ഫ്രണ്ട്സ്, മീരാസ് ഫ്ലേവർ സ്റ്റുഡിയോയുടെ 14th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സിലും നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇനി അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഒരു കേക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓട്സ് വെച്ചിട്ട് ഒരു കേക്കാണ് ചെയ്യുന്നത്. ഓട്സും ബനാനയും അതുപോലെ കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സും പിന്നെ ബ്രൗൺ ഷുഗറും യൂസ് ചെയ്താണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. കുറച്ച് ഹെൽത്തിയർ സൈഡ് ആലോചിച്ചാണ് ചെയ്യുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒട്ടും താമസിക്കാതെ എങ്ങനെയാണ് ഓട്സ് ബനാന കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. ആദ്യമായിട്ട് കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഓട്സ് പൊടിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ക്ലാസിക് റോൾഡ് ഓട്സ് ആണ്. ഞാനിവിടെ 2 കപ്പ് റോൾഡ് ഓട്സ് എടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്തു. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ച ശേഷം ഒന്ന് അരിച്ചിട്ടുണ്ട്. അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സും കാഷ്നട്ടും ബദാമും പിസ്തയും ടൂട്ടി ഫ്രൂട്ടിയും എടുത്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഓട്സിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്ത് ഈ ഡ്രൈഡ് ഫ്രൂട്ട്സിൽ ഒന്ന് ഇട്ട് ഇളക്കണം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഈ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇടുമ്പോൾ എല്ലാ ഭാഗത്തും ഡ്രൈഡ് ഫ്രൂട്ട്സ് ഈക്വലി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഓട്സിൻ്റെ പൊടി ഇട്ടില്ലെങ്കിൽ നമ്മൾ ബാറ്ററിലേക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇടുമ്പോൾ എല്ലാം കൂടി അടിയിൽ പോയി അടിയും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പം ഇത് താഴെയായിട്ട് എല്ലാ ഡ്രൈഡ് ഫ്രൂട്ട്സും കിടക്കും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യണം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ബേക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് രണ്ടും ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 പ്രാവശ്യം ഇത് അരിച്ചെടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ നല്ലതാവും. ഇനി കേക്കിന് ആവശ്യമുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് നനവൊന്നും ഇല്ലാത്തൊരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ചേർക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്തത്. നിങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കണമെങ്കിൽ ഉപ്പ് ചേർക്കണം എന്നില്ല. ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചും ചെയ്യാം, അല്ലെങ്കിൽ ഒരു വുഡൻ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ബട്ടർ ഒന്ന് ബീറ്റായ ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ 1 കപ്പ് ശർക്കര യൂസ് ചെയ്യാം. പക്ഷേ ശർക്കര യൂസ് ചെയ്യുവാണെങ്കിൽ അതിൽ കരടൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മളൊന്ന് ഉരുക്കി അരിച്ചെടുത്തിട്ട് അത് ബാറ്ററിന് അവസാനം ചേർത്താലും മതിയാവും. ബട്ടറിലേക്ക് പഞ്ചസാര നന്നായിട്ട് യോജിപ്പിക്കാം. അടുത്തതായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ചേർക്കണം. ആദ്യമായിട്ട് 1 മുട്ട ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അടുത്ത മുട്ട ചേർക്കാം. മുട്ട നന്നായിട്ടൊന്ന് യോജിക്കുന്ന വരെ മാത്രമേ മിക്സ് ചെയ്യാവുള്ളൂ. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ഓവർ മിക്സിങ് ചെയ്താൽ കേക്ക് ഭയങ്കര ഹാർഡായി പോകും. അടുത്ത മുട്ടയും കൂടി ചേർത്ത ശേഷം ഒരു ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കുമ്പോൾ മുട്ടയുടെ മണം ഉണ്ടാവുകയുമില്ല. വാനില എസൻസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർക്കാം. ഇനി അതുമല്ലെങ്കിൽ 1 ടീസ്പൂൺ ലെമൺ സെസ്റ്റും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും ചേർക്കാം. അടുത്തതായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു റോബസ്റ്റ പഴം ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഒന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് മിക്സ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ 3 ബാച്ചസ് ആയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാൻ. ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. എല്ലാം മിക്സ് ആയതിനു ശേഷം ഇതുപോലെ ഒരു സ്പാറ്റല ഉപയോഗിച്ച് ബൗളിൻ്റെ സൈഡെല്ലാം വൈപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം.
അതിനുശേഷം ഡ്രൈഡ് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീറ്റർ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വുഡൻ സ്പാറ്റിൽ വെച്ച് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാം. പാല് ഒന്നും കൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഉപയോഗിച്ചാലും മതി. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കേക്ക് ടിന്നായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു സ്റ്റീൽ ചെരുവമാണ്. ഇതിലേക്ക് ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്റർ ട്രാൻസ്ഫർ ചെയ്യാം. ഈ സമയത്ത് അവൻ 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനിടണം. ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം എയർ ബബിൾസ് പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്യണം. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ ഞാനിവിടെ 2 മെത്തേഡ് പറയുന്നുണ്ട്. ഒന്ന് സ്റ്റൗ ടോപ്പിലും ഒന്ന് അവനിലും. ആദ്യമായിട്ട് സ്റ്റൗ ടോപ്പിൽ എങ്ങനെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ തവ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ പ്ലേറ്റ് കമത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ കേക്ക് ടിൻ വെച്ചിരിക്കുന്നത്. കേക്ക് ടിൻ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്യണം. അവനിൽ വെക്കുന്നേക്കാളും കുറച്ച് കൂടുതൽ സമയം നമുക്ക് സ്റ്റൗ ടോപ്പിൽ എടുക്കും. എനിക്ക് ഏകദേശം 1.5 മണിക്കൂർ എടുത്തു. ഞാൻ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കി നോക്കിയത് എഗ്ലെസ് ക്യാരറ്റ് കേക്ക് ചോക്ലേറ്റ് ചിപ്സ് ആണ്. അടുത്ത മെത്തേഡ് അവനിൽ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതാണ്. ഞാനിവിടെ ആ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് 350 ഡിഗ്രി ഫാരനൈറ്റ് അല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വേണം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ. കേക്ക് ടിന്നിൻ്റെ തിക്നെസ് അനുസരിച്ച് സമയത്തിന് വ്യത്യാസം വരും. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് 57 മിനിറ്റ്സ് എടുത്തു. 9 ഇഞ്ചിൻ്റെയോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 45 മിനിറ്റ്സ് കൊണ്ടൊക്കെ റെഡിയായി കിട്ടും. കേക്ക് അവനിൽ നിന്നും പുറത്ത് വെച്ച ശേഷം ഒന്ന് ചൂടാറാൻ അനുവദിക്കണം. ഒരു 20 മിനിറ്റിന് ശേഷം പതുക്കെ ബട്ടർ പേപ്പറിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇല്ലെങ്കിൽ കേക്കിൻ്റെ സൈഡൊക്കെ കുറച്ച് ഹാർഡായിപ്പോവും. ഇതുപോലെ ഒരു പ്ലേറ്റ് കമഴ്ത്തി വെച്ച് പതുക്കെ വേണം കേക്ക് ടിന്നിൽ നിന്നും കേക്ക് വിടിയിച്ചെടുക്കാൻ. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഓട്സ് ബനാന കേക്ക് റെഡിയായി. നന്നായിട്ട് ചൂടാറിയ ശേഷമേ കഴിക്കാവുള്ളൂ. ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇത് ശരിക്കും നമ്മൾ ക്രിസ്മസിനൊക്കെ വാങ്ങിക്കാറുള്ള പ്ലം കേക്കിൻ്റെ അതേ ടേസ്റ്റാണ്. ഓട്സ് ആണെന്ന് മനസ്സിലാവുക പോലും ഇല്ല. അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഈ കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓട്സ് ബനാന കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീര സൈനിങ് ഓഫ്. താങ്ക് യു.